Hi all, good evening. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ LGSന്റെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും പ്രൊഫൈലിലൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് ഈ LGS ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമോ, എന്തൊക്കെയാണ് പ്രൊമോഷൻ സാധ്യതകൾ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്, ഞാൻ സജിത. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ, അതായത് ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ സെഷൻസും കോണ്ടന്റ് സെഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴും അവൈലബിൾ ആണ്. പല മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട്. അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരാൻ കാരണം LDC ഷോർട്ട് ലിസ്റ്റ് എല്ലാം വന്നു. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ളത് LGSന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്. അപ്പൊ അത് ഉടനെ തന്നെ വരും. നിങ്ങൾക്ക് പ്രൊഫൈല് മെസ്സേജ് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകൾക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന്റെ മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു LGS ആയിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ, ഒന്ന് ബൈ ട്രാൻസ്ഫർ വഴിയുള്ള പ്രൊമോഷൻ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം LGS ആയിട്ട് നിങ്ങൾ ജോലി കയറി, നിങ്ങളുടെ പ്രൊവിഷണൽ പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം LDCയിലേക്ക് ബൈ ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ എക്സാം എഴുതി അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LDC ആയിട്ട് കാലക്രമത്തിൽ മാറാം. പിന്നെ നമ്മൾ സാധാരണ ഒരു അത്യാവശ്യം നല്ല മാർക്ക് എന്ന് വെച്ചാൽ 50-55 ആ ഒരു റേഞ്ച് ഒക്കെ വേണം കേട്ടോ. മാർക്ക് ഉണ്ടെങ്കിൽ LDC ആയിട്ട് നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ വഴി മാറാൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ പ്രൊഫഷണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. 45-50 ആ ഒരു റേഞ്ച് കേട്ടോ. മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ സാധാരണ ഒരു LDCയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ കഴിയുമല്ലോ. ഇവിടെ അത് കഴിയില്ല. ആ ഒരു റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാകും. അത് നമ്മുടെ അവിടെ വേക്കൻസി വരുന്നതിനനുസരിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളെ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്. അത് നമുക്ക് ബൈ ട്രാൻസ്ഫർ വഴി എക്സാം എഴുതണമെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ പീരീഡ് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമത്, നിങ്ങൾ സ്പെഷ്യൽ, നിങ്ങളിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കത്തില്ല നമ്മൾ കയറുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ, നമ്മൾ കയറുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇപ്പൊ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹയർ പോസ്റ്റിലേക്കൊക്കെ വേക്കൻസി വരുമ്പോൾ നമുക്ക് അവിടുത്തെ എക്സാം എഴുതാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത് വരുന്ന പ്രൊമോഷൻ നമ്മുടെ സീനിയോറിറ്റിയും അതുപോലെ നമ്മുടെ ആ ഒരു നമ്മൾ കയറുന്ന ഡിപ്പാർട്ട്മെന്റ്, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊമോഷൻ സാധ്യത വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ LDC ബൈ ട്രാൻസ്ഫർ വഴി ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് LDCയിലേക്ക് പോവാം. അതല്ലെങ്കിൽ രണ്ടാമത് വരുന്ന നിങ്ങളുടെ സീനിയോറിറ്റി എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടും, പിന്നെ നിങ്ങൾ കയറുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കയറുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് പ്രൊമോഷൻ എടുക്കുന്നുള്ളൂ. മേ ബി അത് കുറച്ച് ടൈം എടുക്കും. മൂന്നാമത് നമ്മുടെ എഡ്യൂക്കേഷനെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്താണ്. ഇപ്പൊ നമുക്ക് ഇതിന് ടെക്നിക്കൽ ആയിട്ടൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ കയറുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ടെക്നിക്കലായിട്ട് ഹയർ പോസ്റ്റിലേക്കൊക്കെ ഒരു വേക്കൻസി വരുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം എഴുതാം. ഇങ്ങനെ 3 രീതിയിലാണ് സാധാരണയായിട്ട് LGS ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് പേഴ്സണലി കമന്റ് ഒക്കെ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു റിപ്ലൈ ആണ്. അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇട്ടുള്ളൂ, ഞാൻ റിപ്ലൈ തരാം. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ കോണ്ടന്റ് സെഷൻസും പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ്. ആപ്പൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ചാനലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.